ഇന്നത്തെ ബാബക്യൂവാ ആ ചിക്കൻ ഒന്നും കൂടി ഡീപ്പറായിട്ട് വരക്ക്, കുറേ ലൈനല്ല, ഡീപ്പായിട്ട് വരക്ക്. യെസ്, സാധാരണ ഒരു ബാബക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ, നമ്മൾ എന്തെങ്കിലുമൊക്കെ സന്തോഷമുള്ള സമയത്ത് ലൈക്ക് വൈകുന്നേരം എല്ലാവരും ഒത്തുകൂടിയിരിക്കുക. ഇതാ കുട്ടികൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ് ബാബക്യൂ എന്ന് പറയുമ്പോൾ എല്ലാവരും റെഡിയാ. ഇത് ഞങ്ങളെ വീട്ടിലൊക്കെ ഞങ്ങൾ കുട്ടികളായപ്പോൾ എൻ്റെ ഉമ്മയും ഞങ്ങളൊക്കെ ഇങ്ങനെ ബാബക്യൂ ചെയ്യായിരുന്നു. ആ ഒരു റെസിപ്പിയാണ്, അല്ലാണ്ട് ഇത് മലബാറി മാപ്പിള റെസിപ്പി ഒന്നുമല്ല. അത് ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് പഠിപ്പിച്ചു തരാം. ഇപ്പം ഏതായാലും ന്യൂ ഇയർ വരികയല്ലേ, അപ്പോൾ ഈ ന്യൂ ഇയറിൻ്റെ തലേന്ന് രാത്രി ഈ ഒരു റെസിപ്പി വിൽ ബി ക്വൈറ്റ് യൂസ്ഫുൾ ഫോർ എവ്രി വൺ. പാട്ടും ഡാൻസും ഒക്കെ ഉണ്ടാകുന്നതിന് കൂടെ ഒരു ബാബക്യൂ ഓൾസോ വിൽ മേക്ക് ഇറ്റ് മോർ സെലിബ്രേറ്റിംഗ്. So Omar is helping me out with the barbecue. ഞാൻ അവൻ്റെ മസാലയൊക്കെ തേച്ച് കൊടുക്കും, കുട്ടികളെല്ലാവരും കൂടി ഇത് ചൂടും. ഇത് ഭയങ്കര രസമാണ്. ഇതിനിപ്പോൾ ഇങ്ങനെ ഒരു സാധനം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമുക്കൊരു 3-4 ചിമ്മിണിക്കട്ട ഇല്ലേ, സാധാരണ കല്ല് വെച്ചിട്ട് ഫോയിൽ പേപ്പർ കൊണ്ട് മൂടിയാൽ മതി. എന്നിട്ട് ഇപ്പം ഇങ്ങനത്തെ കരിയെല്ലാം വാങ്ങാൻ കിട്ടും. ആ കരി കത്തിച്ചെടുത്ത് ഇതേമാതിരത്തെ ഒരു ഗ്രില്ലുണ്ടെങ്കിലല്ലേ നമുക്ക് ഇങ്ങനത്തെ ഗ്രില്ല്, ഇത് കോമൺ ആയിട്ട് എല്ലാ സ്ഥലത്തും വാങ്ങാൻ കിട്ടും. അപ്പോൾ ഈ ഒരു സാധനം വാങ്ങേണ്ടി വരും. ഇത് ഇല്ലെങ്കിലും നമുക്ക് ചിമ്മിണി കട്ട വെച്ചിട്ട് കുറച്ച് ഇങ്ങനെ 2 ഭാഗത്തും വീതിയിൽ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കരി ഇട്ടാൽ മതി. അപ്പം അതിൻ്റെ ഒരു സ്പെഷ്യൽ മാറിനേഷൻ അത് ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് പഠിപ്പിച്ചു തരാം. ഒരുപാട് ചിലവൊന്നുമില്ല. ഒരു 2-3 കിലോ ചിക്കൻ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് 1 കിലോയിൽ ഒരു 10 പീസ് കിട്ടും. ആ 10 പീസായിട്ട് മുറിച്ചാൽ എത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ചിട്ട് ഒരു 2 to 3 പീസസ് ഒരാൾ എന്തായാലും കഴിക്കും. അത്രയും രസമുള്ളൊരു ഡിഷായത്. അപ്പോൾ ഒരു 30 പീസസ് ഓഫ് ചിക്കൻ ഉണ്ടെങ്കിൽ ഒരു 10 ആൾക്ക് കഴിക്കാം. സോ വാട്ട് എവർ ദ സെലിബ്രേഷൻ ഇസ്, all together will join and do this and that makes the event more happy. അപ്പോൾ ഞാൻ ആ ബാബക്യൂൻ്റെ ഒരു റെസിപ്പി കാണിച്ചു തരാം. എനിക്കിഷ്ടമുള്ളൊരു റെസിപ്പി. നമ്മൾ ആ ചിക്കൻ്റെ മീറ്റ് എടുക്കുമ്പോൾ കാലെടുക്ക്. ഈ കാലെല്ലാം കുറച്ച് വണ്ണുള്ളതായിരിക്കും. അപ്പം നമ്മൾ കറിയിലിടുമ്പോൾ അത് സോക്ക് ചെയ്ത് കുക്കാവും. ഇതിൻ്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യാൻ കുറച്ച് പണിയുണ്ട്. അപ്പോൾ കുറച്ച് ലൈൻസൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആദ്യം തന്നെ കുറച്ച് വിനീഗർ എന്ന് പറഞ്ഞാൽ വിനീഗർ, കുറച്ച് വിനീഗർ ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്തിടുക. ഒരു 2 ടേബിൾ സ്പൂൺ ഫോർ വിനീഗർ. ഇതിപ്പോൾ 1 കിലോ ചിക്കനാണ് ഉള്ളത്. 1 കിലോ ചിക്കനിൽ കുറച്ച് നേരം ആ വിനീഗർ ഒഴിച്ച് അവിടെ മാറ്റി വയ്ക്കുക. അതിൻ്റെ ശേഷം ഇനി ഈ ഗാർലിക്കില്ലേ എടുത്തിട്ട് സ്കിന്ന് പീൽ ചെയ്യണം. എന്നിട്ട് നല്ല പേസ്റ്റ് ആക്കണം. സ്കിന്നോട് കൂടി പേസ്റ്റ് ആക്കിയാൽ ഇത്ര ഫൈൻ പേസ്റ്റായിട്ട് കിട്ടൂല. ഗാർലിക്ക് 1 ടേബിൾ സ്പൂൺ ഗാർലിക്ക് ഇടുക. ഇത് ജിഞ്ചർ അതേമാതിരി തന്നെ നല്ലോണം പീൽ ചെയ്തതിൻ്റെ ശേഷം പേസ്റ്റാക്കി എടുത്തതാണ്. 1 സ്പൂൺ, 1 കിലോന് കണക്കാട്ടോ ഞാൻ പറയുന്നത്. ജിഞ്ചർ പേസ്റ്റ് ഇട്ട് ഇനി ഇതിലേക്ക് നമുക്ക് എരിവിനനുസരിച്ചിട്ട് കുറച്ച് ചില്ലി പൗഡർ. എനിക്ക് കുറച്ച് സ്പൈസിയാണ് ഇഷ്ടം. 2 സ്പൂണൊക്കെ ഇട്ടാൽ, പിന്നെ വേണമെങ്കിൽ എരിവ് നോക്കിയിട്ട് ഇടാം. കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പ്, പിന്നെ ആസ് യൂഷ്വൽ നമ്മളെ ഗരം മസാല ബിരിയാണിക്ക് മാത്രമല്ല, ബാബക്യൂനും കറീസിലും കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് കുറച്ച് പൊടി ഇട്ടാലും ഇറ്റ്സ് ക്വൈറ്റ് നൈസ്. അപ്പോൾ ആവശ്യത്തിന് കുറച്ചൊരു ഗരം മസാല, ജസ്റ്റ് 1/2 ടീസ്പൂൺ ഓഫ്. സാധാരണ മിൽമ പാക്കറ്റ് തൈര്, വോട്ടെവർ തൈര്, അതൊരു ഹങ് കേർഡ് എന്ന് പറയും. ഒരു നല്ലൊരു വൃത്തിയുള്ള തുണി എടുത്തിട്ട് അതിൻ്റെ അകത്ത് കെട്ടി തൂക്കി വയ്ക്കുക. അപ്പോൾ ആ കെട്ടി തൂക്കി വയ്ക്കുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ പോവും. അതിൽ നിന്ന് എടുത്ത തൈരാണ് ഇത്. 1 ലിറ്റർ ഉണ്ട്. ഇത്ര വേണ്ട, ഒരു 1/2 ലിറ്റർ മതി. ഹങ് കേർഡ്, ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ക്രീം. ഇത് ഫ്രഷ് ക്രീം സാധാരണ ടെട്രാ പാക്കിൽ കിട്ടുന്ന എനി ടൈപ്പ് ഓഫ് ഫ്രഷ് ക്രീം. ഇതില്ലേ ടെൻഡറൈസറാണ്, കുറച്ചും കൂടി നല്ല സോഫ്റ്റ്നെസ് കിട്ടും ചിക്കന്. ഇത് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത്രയും സാധനങ്ങൾ മതി. ഇതൊരു ആഡ് ഓൺ ആണ്, ഇൻ കേസ് യു ഹാവ് ഇറ്റ്, ടേസ്റ്റ് കൂട്ടാനുള്ളൊരു സാധനം. വിനീഗർ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് ആ സാനസിന് വേണ്ടിയിട്ട്, ബട്ട് കുറച്ച് നാരങ്ങയും കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. കേർഡ് ഉണ്ട്, വിനീഗർ ഉണ്ട്, ഇതെല്ലാം പുളിപ്പ് കൊടുക്കുന്ന സാധനമാണ്. അപ്പോൾ ആ പുളിപ്പിനനുസരിച്ചിട്ട് നമ്മൾ ഉപ്പും എരിവും കൂട്ടി കൊടുക്കണം. അപ്പോൾ ഓൾമോസ്റ്റ് ഇനി ഒരു ഓപ്ഷനല്ലാണ് ഞാൻ പറയുന്നത്. ദിസ് ഈസ് ഫുഡ് കളർ. ഇത് ഫുഡ് കളറിലല്ലേ ഓറഞ്ച്
യെല്ലോ റെഡ് അതാകുമ്പോഴാണ് നല്ല കളർ കിട്ടുക. രണ്ട് കളേഴ്സ് ഉണ്ട്. ഒന്ന് വരുമ്പോൾ യെല്ലോ കളറാണ് കിട്ടുക, ഒന്ന് ഡാർക്ക് റെഡ് കിട്ടും. അപ്പോൾ കളറിന് പ്രോബ്ലം ഇല്ലെങ്കിൽ വൺസ് ഇൻ എ വേ എല്ലാം ഡെയിലി അല്ലല്ലോ, എന്നാൽ കളർ ഉണ്ടാകുമ്പോഴേ അതിനൊരു സ്റ്റൈലും അപ്പീലിങ്ങും ആവുള്ളൂ. അപ്പോൾ ആ കളർ കിട്ടുന്നവരെ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തൊക്കെ കൈ കുറച്ച് കളറാവും, സാരമില്ല, കഴുകുക, നാളേക്ക് പോയിക്കോളൂ. ഒരു ചെറുതായിട്ട് കളറ് ഇട്ടിട്ടുള്ളുമ്പോൾ ഒന്ന് ഉപ്പ് നോക്കി. കറക്റ്റാ? കറക്റ്റ്. എരിവുണ്ടല്ലോ? ഓ ഉണ്ട്. മുളകിഞ്ഞ് വേണ്ടാലോ? വേണ്ട. അർത്ഥത്തിൽ എരിവുണ്ടല്ലേ? കറക്റ്റാ. ഉപ്പ് കറക്റ്റാ? പുളിയാ? കറക്റ്റാ. അതല്ലേ ഇനി നമുക്ക് വെക്കാം. ഇതേമാതിരി മാറിനേറ്റ് ചെയ്തിട്ട് ഒരു 2 to 3 hours. അപ്പോൾ നമ്മൾ പിക്നിക്കൊക്കെ പോവുകയാണെങ്കിലല്ലേ ആദ്യം തന്നെ അത് മാറിനേറ്റ് ചെയ്ത് അത് വേറെ തന്നെ ക്യാരി ചെയ്യുക. പിന്നെ കരിയും ഈ ഗ്രില്ലും ഒക്കെ ക്യാരി ചെയ്ത് പോയിട്ട് അവിടുന്ന് ചൂടോടെ ഉണ്ടാക്കുക. അപ്പോൾ ഇതിപ്പോൾ ഒരു 2 to 3 hours എന്തായാലും വേണം. ആ സമയത്തെ ഇത് പെനിട്രേറ്റ് ചെയ്യുള്ളൂ, അതിൻ്റെ മസാല ശരിക്കും പിടിക്കുകയുള്ളൂ. അതിൻ്റെ ശേഷം ഇതൊരു ബട്ടറാണ്. സോൾട്ടഡ് ആയാലും വേണ്ടിയില്ല, അൺസോൾട്ടഡ് ആയാലും വേണ്ടിയില്ല. ഒന്ന് നമ്മളെ ഗ്രില്ല് ഒട്ടിപ്പിടിക്കാണ്ടൊക്കാൻ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നല്ല ചൂടുണ്ട് കേട്ടോ ഇവിടെ. അധികം അടുപ്പിച്ച് വെക്കണ്ട, കുറച്ച് വിട്ട് വിട്ട് അത് മതി. അത് ഇറ്റ്സ് കറക്റ്റ്. വെക്കുന്ന സമയത്ത് കുറച്ച് ഗ്യാപ്പ് കൊടുത്താൽ നല്ലത്. ചെറിയ പീസസ് അടുത്തേൽ വെക്കാം, ഏറ്റവും മാക്സിമം വലിയ കഷ്ണം ഒപ്പരം വെക്കുക. എന്നാൽ കുക്കിംഗ് ടൈം ഒരേ മാതിരിയാവും. ഒരു പീസ് കൂടി പോകും. ഇനി ഗ്രില്ലൊന്ന് ടൈറ്റ് ചെയ്തേ. മണ്ണാവാണ്ട് ശ്രദ്ധിക്കണോ. ഡയറക്റ്റ് കരിൻ്റെ മേലെ തട്ടരുത് കേട്ടോ, കുറച്ചൊന്ന് പൊന്തിച്ച് വെക്കണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഉള്ളു വേവുന്നതിൻ്റെ മുന്നേ തന്നെ ആ കരി തട്ടിയിട്ട് വേഗം ഔട്ടർ കരിഞ്ഞു പോകും. അപ്പോൾ ചെറുതായിട്ടൊരു എയർ സ്പേസ് അവിടെ വേണം. ഡയറക്റ്റ് കരിൻ്റെ മുകളിലല്ല, ഒന്ന് ലിഫ്റ്റ് ആവണം. ഈ മസാല തേച്ച പാട്ട് ഡ്രിപ്പ് ചെയ്യൂ. അപ്പോൾ ആ ഡ്രിപ്പ് ചെയ്യുന്ന ആ സമയത്ത് തന്നെ വേഗം ഒന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ മസാല അവിടെ പിടിച്ചോളും. ഇനി ഇൻ കേസ് ഇത് വാട്ടറി ഒക്കെ ആയിപ്പോവും, അല്ലെങ്കിൽ ഒരു എഗ്ഗ് വേണമെങ്കിലും നമുക്ക് ആ ബൈൻഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ ഒരു പൊസിഷനിൽ ഇതിൻ്റെ ഉള്ളിൽ വേവണം എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. കരി തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ചോന്നു പോകും. ആ മറ്റേ ഭാഗം കരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേവാനുള്ള സമയം ഉണ്ടാവില്ല. കുറച്ചും കൂടി മോനെ വേണ്ട മസാലകളൊക്കെ ഒന്നും കൂടി ഇട്ട് കൊടുക്ക്. ഉപ്പുണ്ടോ നോക്ക്. ഇത് കുറച്ച് നേരത്തെ മാറിനേറ്റ് ചെയ്ത് വെച്ചതാ. കുറച്ച് ഇതൊക്കെ ഇട്ടിട്ട് ഉപ്പില്ല. ഇത്ര മതിയാവുക? മതിയോ? ജിഞ്ചർ ഗാർലിക്ക് മാത്രം തേച്ച് വെച്ചതാണ്. അപ്പോൾ അതിലേക്ക് നേരത്തെ ചെയ്ത് വയ്ക്കുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക്ക് ചില്ലി മാത്രം തേച്ചാൽ മതി. ചെയ്യാനാവുന്ന സമയത്താണ് അതിലേക്ക് തൈരും ഇതും ചെയ്യേണ്ടത്. തൈരും ക്രീമും ലാസ്റ്റിലിട്ടാൽ മതി. സം ലൈം ജ്യൂസ്, some more, little more garlic. നേരത്തെ ഞാൻ ചെയ്ത് കാണിച്ചതാണ്. ഒരു മെഷർമെൻറ്റിന് 1 കിലോ മെഷർമെൻറ്റിനുള്ളതായിരുന്നു ആദ്യം കാണിച്ചത്. ഇത് കുറച്ചുകൂടി എക്സ്ട്രാ ചിക്കനാണ്. ആൻഡ് സം ഗരം മസാല. ഇവിടെ എൻ്റെ കുട്ടികൾക്കെല്ലാം ഇഷ്ടമാണ് ബാർബക്യൂ. എല്ലാവരും വീട്ടിൽ വരുന്ന സമയത്ത് ഇഫ് എവ്രിബഡി ഈസ് ദെയർ, ഇതൊരു ഭയങ്കര ഒരു രസമാണ്. മേ ബി ചിക്കൻ മാത്രമല്ല, ഈവൻ വാട്ടർമെലൺ ചെയ്യുക, കോളിഫ്ലവർ, വെജിറ്റേറിയൻസ് ആണെങ്കിൽ വെജിറ്റബിൾസ് കൊണ്ടും ചെയ്യുക. ഐ തിങ്ക് ഐ ലൈക്ക് ദ ബെസ്റ്റ് പൈനാപ്പിൾ. ചങ്കായിട്ട് പൈനാപ്പിൾ മുറിച്ചതും പിന്നെ എനിക്ക് ഇഷ്ടം വാട്ടർമെലനും. സെയിം മെത്തേഡ് ഓഫ് മസാല ഇൻ ടു ഇറ്റ്. ജസ്റ്റ് ഇങ്ങനെ ഇതാക്കി എന്താ പറയുക, സോക്ക് ചെയ്ത് വെക്കൊന്നും വേണ്ട. ആ മസാല തേക്കുക ചെയ്യുക. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മറിച്ച് കൊടുക്കണം. അല്ല ഒരു സൈഡ് മാത്രമാകുമ്പോൾ വേഗം കരിഞ്ഞു. ഓക്കെ, അപ്പോൾ ആ മസാല അതിന്മേൽ പിടിച്ച് നല്ല ചൂടുണ്ട്.
അപ്പോൾ ഇങ്ങനത്തെ ഈ നല്ല സമ്മറല്ല വിൻ്റർ, നമ്മളിപ്പോൾ ജനുവരി ഫെബ്രുവരിയിലൊക്കെ വിൻ്റർ സീസൺ ആയാലേ ബാർബക്യൂവിന് ഒരു രസമാണ്. ഇപ്പോൾ ബട്ടർ കുറേ ഇല്ലെങ്കിൽ ഹാഫ് ഓയിലും ഹാഫ് ബട്ടറും യൂസ് ചെയ്താലും നന്നാവും. ബട്ടർ ആക്ച്വലി സോഫ്റ്റൻസ് ദ ചിക്കൻ. ഇങ്ങനെ ബാർബക്യൂ ചെയ്യുന്ന സമയത്തില്ലേ നമുക്ക് കുറച്ച് എക്സ്ട്രാ ചിക്കൻ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ചിക്കൻ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ഈ ഉണ്ടാക്കിയത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം നമുക്ക് ബട്ടർ ചിക്കൻ ആക്കാം. അല്ലെങ്കിൽ ഈ ചിക്കൻ തന്നെ കുറച്ച് ചെറുതായിട്ട് മുറിച്ചിട്ട് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് മയണൈസും ഈ ചിക്കനും വെച്ചിട്ട് റോൾ ഉണ്ടാക്കുക. അല്ലെങ്കിൽ തലേന്നത്തെ പൊറോട്ടകൾ ബാക്കിയുണ്ട്, ചപ്പാത്തി ബാക്കിയുണ്ടെങ്കിൽ ഈ ചിക്കന് ഉള്ളിൽ വെച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുട്ടികൾക്കെല്ലാം ടിഫിനിലെല്ലാം ഭയങ്കര നല്ലതാണ്. ചിക്കൻ ശരിക്കും നല്ല ഫ്ലേവറിൽ കുക്കാവും. ബിക്കോസ് ആക്ച്വലി ദിസ് ഇസ് കാർബൺ അല്ലേ. ഈ കരി കത്തുമ്പോൾ കരിക്കൊരു ഫ്ലേവറാണ്. ഇതേ സംഗതി നമ്മൾ അവനിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ ഫ്ലേവർ വരില്ല. ഈ ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കരി കത്തിക്കുന്നത്, അല്ലാണ്ട് ഹീറ്റ് ജനറേഷന് വേണ്ടിയിട്ടല്ല. ആ ഹീറ്റും അതിൻ്റെ കൂടെ ആ കരിയുടെ ആ റിയൽ ആ ഫ്ലേവറും അതിലേക്ക് വരും. ഇപ്പോൾ ബട്ടർ ചിക്കൻ്റെ ദ ബെസ്റ്റ് റെസിപ്പിയിൽ ഇതാ നല്ലത്. തന്തൂരി ചിക്കൻ പോലെ ഉണ്ടാക്കുക. ഇത് ചെറുതാക്കി ഇതേമാതിരി തന്നെ ഇട്ടിട്ട് നമ്മൾ തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം കൂടി കൂട്ടി കുക്ക് ചെയ്തിട്ട് അരച്ചിട്ട് ഒരു പേസ്റ്റ് ഉണ്ടാക്കി ഇത് അതിൻ്റെ അകത്ത് ഇടുക. അതിലേക്ക് എന്നിട്ട് ബട്ടർ ഇടുക. ആ ബട്ടർ ചിക്കൻ റെസിപ്പി നോക്കി ചെയ്താൽ മതി. ആൻഡ് ദാറ്റ് വിൽ ഓൾസോ കം റിയലി നൈസ്. ദിസ് ഈസ് നോട്ട് ഓൺലി ചിക്കൻ കേട്ടോ. ഇതിൽ നമുക്ക് വേറെ എന്ത് വെജിറ്റബിൾ ലൈക്ക് പൊട്ടാറ്റോ സ്ലൈസസ്, ആസ് ഐ സെഡ് the best is pineapple and pineapple and watermelon. അതിൻ്റെ ശേഷം യു ക്യാൻ ഹാവ് പൊട്ടാറ്റോസ് സ്ലൈസ് ചെയ്തെല്ലാം ഹാഫായിട്ട് ഇതിൻ്റെ അകത്ത് ഫോയിലിൽ പൊതിഞ്ഞിട്ട് പൊട്ടാറ്റോ ഇട്ടാലും കുക്കാവും. നീ ഇന്ന് പൊട്ടാറ്റോ ഇട്ടിട്ടില്ല ഉമറെ? പൊട്ടാറ്റോ വിത്ത് ചീസ് നല്ലതല്ലേ? ഇഷ്ടമല്ലത് ഇവിടെ ഇടാനല്ലേ? കരി ഇട്ടപ്പോൾ തന്നെ ഇടണം. ഇപ്പോൾ ഒരു ചിക്കനെക്കാട്ടി തോന്നെ സമയം വേണം പൊട്ടാറ്റോ. ഒന്ന് തിരിച്ച് വെക്കും, മെല്ലെ വെക്കണേ വെക്കുമ്പോൾ. ഐ തിങ്ക് അത് സെൻറ്റർ പീസാണ് കുറച്ച് കൂടുതലാവുന്നു. കുറച്ച് ഇങ്ങോട്ടേക്ക് വെച്ചോ, സെൻറ്റർ ചൂടുതോ. ജസ്റ്റ് പുട്ട് അറ്റ് ദി സൈഡ്. ഈ കബാബിൻ്റെ കൂടെ കഴിക്കാൻ ഈ കബാബിൻ്റെ കൂടെ ഡിപ്പായിട്ട് ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കും. ഒരു ഹാഫ് ഓഫ് ഇറ്റ് നമുക്ക് മല്ലിയിലയും ഹാഫ് പുതിനയും, അതിലേക്ക് എരിവിനുള്ള പച്ചമുളകും 2 ഗാർലിക്കും, ഇത് നല്ലോണം കുറച്ച് തൈരിൻ്റെ വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് ആക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും ഇടുക. ഇത് നമുക്കൊന്ന് പേസ്റ്റാക്കി എടുക്കാം. അതിൻ്റെ ശേഷം ഇത് തൈരിൽ മിക്സ് ചെയ്യണം. നല്ല പേസ്റ്റാക്കി അരച്ചെടുത്തു. അതിലേക്ക് ഈ ഹങ്കേഡ് ബാക്കിയുണ്ടല്ലോ, അത് ബാക്കിയുള്ള കേട് ഒരു ഹാഫ് പാക്കറ്റ് കേട് ഇതിലിടുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ചട്നി അഥവാ ബാക്കിയായി പോയിട്ടുണ്ടെങ്കിലല്ലേ കുറച്ച് ബട്ടറിൽ മിക്സ് ചെയ്തിട്ട് ബ്രെഡ് തേച്ച് പിറ്റേന്നത്തെ സാൻഡ്വിച്ചിലും പോകും. ഇതിൽ കുറച്ച് ഫ്രഷ് ക്രീം കൊടുത്താൽ കുറച്ചുകൂടി ഫ്ലേവർ എൻഹാൻസ് ആവും. A beautiful chutney to go along with this kebab. See, ഒരു ബാർബക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലില്ലേ, ഇറ്റ്സ് നോട്ട് ഓൺലി ആ ഒരു ഡിഷ് ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഇറ്റ് ഈസ് എ ഫാമിലി ഗെറ്റ് ടുഗെദർ. എല്ലാവരും ഇരിക്കുക, എല്ലാവരും ഇൻവോൾവ് ആവുക. മറ്റേത് നമ്മൾ എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പോൾ എല്ലാവരും അകത്തായിരിക്കും. ഇതിലാകുമ്പോൾ അങ്ങനെയല്ല, എവറിബഡി ഈസ് ഇൻവോൾവ് ഇൻ ടു ഇറ്റ് ആൻഡ് ഇറ്റ്സ് മോർ ഓഫ് എ ഫാമിലി ഗെറ്റ് ടുഗെദർനെസ്. ആൻഡ് ബാർബക്യൂ ഉണ്ടാക്കാൻ വലിയ ചിലവും ഇല്ല. ബിക്കോസ് ബാർബക്യൂവിൽ ചിക്കനും കുറച്ച് വെജിറ്റബിൾസും കുറച്ച് സലാഡും കുറച്ച് ചപ്പാത്തിയും ഉണ്ടെങ്കിൽ ഇറ്റ് മേക്സ് എ ഫുൾ മീൽ ആൻഡ് എവറിബഡി ഈസ് സാറ്റിസ്ഫൈഡ്. അപ്പോൾ അത് കാരണം ഈ ബാർബക്യൂ എപ്പോഴും എനിക്കിഷ്ടമാണ്. ബാർബക്യൂ കുറേ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് എവറിബഡി എൻജോയ്സ് ദിസ് ബാർബക്യൂ. സോ നെക്സ്റ്റ് ടൈം ഡു ട്രൈ ദിസ്. ഇറ്റ് ഈസ് റിയലി നൈസ്. ഇറ്റ് കീപ്സ് ഒരു ബോണ്ട്, ഫാമിലി ബോണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ കുട്ടികളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും ആ സന്തോഷങ്ങളൊക്കെയാണ് ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. ഇതൊക്കെ ഇങ്ങനത്തെ നിമിഷങ്ങളൊക്കെ ഒരുപാട് സെലിബ്രേറ്റ് ചെയ്യുക. സി വാട്ട് ഇസ് സെലിബ്രേഷൻ? നമുക്കൊരു ക്രിസ്മസ്, പെരുന്നാൾ, ഓണം എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് കോൾഡ് സെലിബ്രേഷൻ. ഇറ്റ് ഈസ് ഫാമിലി ഗെറ്റിംഗ് ടുഗെദർ. ആൻഡ് വെൻ ഫാമിലി ഗെറ്റിംഗ് ടുഗെദർ ഹാവ് സംതിങ് ലൈക്ക് ദിസ്, ലോട്ട്സ് ഓഫ് ഫൺ, ഗെയിം, food, all this makes a happy moments in life, and this is remembered always.